നമസ്കാരം, സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയ എപ്പിസോഡ് പോലെ തന്നെ എല്ലാ ഷെഡ്യൂളും നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇല്ലാതെ പറ്റില്ല. ബിക്കോസ് ഇന്ന് എലിമിനേഷനും കൂടെയാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു സങ്കടം ഞങ്ങൾക്കുണ്ട്. ബട്ട് സ്റ്റിൽ ഇന്ന് നമുക്ക് 2 പാട്ടും കൂടെ ഉണ്ട്. അപ്പൊ നേരെ കോമ്പറ്റീഷനിലേക്ക് പോവാം. അതിന് മുന്നേ എന്റെ കുട്ടീസിനൊന്ന് വെൽക്കം ചെയ്തിട്ട് വരാം. ഗൈസ്, അതാണ്. ഇനി ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ശരത് സാർ. മലരമ്പൻ തഴുകുന്ന എന്റെ പൊന്നണിയ, എന്റെ റയാനാണ് സത്യം. ഞാൻ ചെയ്യാൻ വെച്ച ആക്ഷനാണ്. അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? ഷാൻ വേണമെങ്കിൽ അത് പോയി എടുത്തോണ്ട് വരട്ടെ. അത് ശരിയാ. ഓക്കെ, ഷാനിക്ക. അമ്പ് പോയി, അതുകൊണ്ടാ ഞാൻ അടുത്തതിൽ പഴയതില്. ഓക്കെ, ഹരിച്ചേട്ടാ. ഓക്കെ. Cheers to all my haters. അത് കൊള്ളാം, പൊളി പൊളി പൊളി. അപ്പൊ എന്തായാലും തുടങ്ങാം. ഈ ഷെഡ്യൂളിലെ എലിമിനേഷൻ എപ്പിസോഡാണ് ഇന്ന്. എന്താണ് നമ്മളുടെ കുട്ടികളോട് പറയാനുള്ളതാ? യെസ്, അവരോട് പറയാനുള്ളത് കഴിഞ്ഞ തവണത്തെ പോലത്തെ ഡ്രാമ ഒന്നും ഇത്തവണ ഇല്ല. എന്തായാലും എലിമിനേഷൻ ഉണ്ട്. എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കാം, അത്ര തന്നെ. ഓക്കെ, എന്നാലും ഇപ്പൊ അതൊക്കെ തൽക്കാലം മറക്കാം. നമ്മൾ 2 പെർഫോമൻസ് ഉണ്ട്. നമുക്ക് അത് ഹാപ്പി ആയിട്ട് എന്തായാലും പെർഫോമൻസിലേക്ക്. അപ്പോ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് ജോൺസൺ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിൽ നമ്മുടെ നിവേദുട്ടനാണ് പാടാൻ വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം നിവേദ്. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയീ ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയീ വീണാധരി ശാതോദരീ പാഹി മാം പരിപാഹി മാം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയീ ദേവി മാഹാത്മ്യലഹരിയിലിൻ മനം സർഗസാഗരമാകേണം. ദേവി മാഹാത്മ്യലഹരിയിലിൻ മനം സർഗസാഗരമാകേണം. നൈവേദ്യമന്ത്രാങ്കുരങ്ങളിൽ അമ്മേ അന്നപൂർണാമൃതമരുളേണം. ആത്മപൂജാമുദ്രകളിൽ ദേവി ഭാവതരംഗമുയർത്തേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയീ ജന്മജന്മാന്തര പാപശിലകൾ പുണ്യസോപാനമായി മാറേണം.
ചേതനയിൽ കരുണാമലയമാരുതനൊഴുകേണം ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ വീണാധരി ശാതോദരീ പാഹി മാം പരിപാഹി മാം ദേവി മാഹാത്മ്യലഹരീ. നിവേദുട്ടാ, എന്തോ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ? ഓക്കെ റെഡിയായി? ഓ സെറ്റ്? Set. ഓക്കെ, Okay. ചോദിക്കാം നമുക്ക്. ചോദിക്കും. ഹരിച്ചേട്ടാ, നിവേദ്, എന്തോ ഹൗ ആർ യു? ഫൈൻ. ഫൈൻ ആയാ? ഓ ഓക്കെ, ഇതൊരു എവർഗ്രീൻ ഹിറ്റ് ഫ്രം ജോൺസൺ മാഷ്, ആ നമ്മുടെ ദാസ് സാർ പൊളിച്ചടുക്കി പാടിയൊരു പാട്ടാണ്. മോനെ ഇതിന്റെ ആലാപ് ഒക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒന്ന് പാടാവോ? ആ ഇപ്പോഴും ആ ഒരു താരേ നേരത്തെ പാടിയപ്പോൾ പിച്ചിങ് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ മോനെ ഈ രാഗത്തിന്റെ ഒരു ഇതുണ്ട്, ഒരു സ്പീഡുണ്ട് ഇതിന്റെ സംഗതീസിനും, ഒരു ഓസിലേഷൻ എന്ന് പറയാം. അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിച്ചിങ്ങിൻ്റെയാണ്, കാരണം ഇത് ശ്രുതി ചേർന്നില്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ഭയങ്കര പ്രയാസമാണ്. ബ്രഹ്മകമലം ശ്രീലകമാ എല്ലാ നോട്ടും എല്ലാം സസ്റ്റെയിനാ. ആ രാഗത്തിന്റെ കുറച്ച് ഭാവങ്ങളുണ്ട്, മനസ്സിലായോ? അത് കുറച്ച് ശാതോദരി ഒന്ന് പാടാവോ? വീണാധരി ശാതോദരി. വീണാധരി ശാതോദരി ശാതോ ഓക്കെ, ഒന്നുകൂടി പാടിക്കാം. ശാതോദരി തരരടാ തരരടാ ഈ സരിഗപ ഈ ഏ ഈ വീണാധരി. വീണാധരി ആ ശാതോദരി ആ ശാതോദരി പാഹി മാം പരിപാഹി മാം അല്ലേ? ഒരു മോർണിംഗ് രാഗമാണിത്. അപ്പൊ അങ്ങനത്തെ ചില ശ്രുതി എന്നാ കുറച്ച് സ്വരമല്ലേ ഉള്ളു ആ രാഗത്തില്. അപ്പൊ അത് കറക്റ്റ് നോട്ട് വീണില്ലെങ്കിൽ ഇച്ചിരി പാടാം നമുക്ക് കേട്ടോ. പിന്നെ സർഗസാഗരമാകണം, അതൊന്ന് പാടുക. സർഗസാഗരമാകേണം. ഓക്കെ, പിന്നെ ആത്മപൂജാ മുദ്രകളിൽ. ആത്മപൂജാ മുദ്രകളിൽ 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 ആ അങ്ങനത്തെ ഫീൽ ഇല്ലേ? അതായത് ഇങ്ങനെ ആത്മപൂജ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ ദാസ് സാർ അത് പാടിയിരിക്കുന്നത് അല്ലേ? അതെ. മുദ്രകളിൽ ദേവി താരരേ അല്ലേ? ഭാവ ഒന്ന് പാടിക്കേ. ഭാവതരംഗമുയർത്തേണം. ഓക്കെ, എന്നാലും മോനെ മൊത്തത്തിലൊരു കുറച്ചും കൂടിയൊക്കെ ഒന്ന് പെർഫോം ചെയ്യായിരുന്നു എന്ന് തോന്നി. ഇതിപ്പോ അതുമല്ല, നമ്മുടെ നിവേദിന്റെ ഒരു സേഫ് സോങ് ആണ്, കർണാട്ടിക് സെമി ക്ലാസിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അങ്ങനത്തെ കുറച്ച് വേഴ്സറ്റൈൽ ആയിട്ടുള്ള പാട്ടുകൾ കൊണ്ടുവരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ, മോനെ ഉഗ്രം പാട്ട്, ജോൺസന്റെ അതിമനോഹരമായിട്ടുള്ള പാട്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ഇതിൽ ഈ രാഗത്തിൽ നമുക്ക് ഓസിലേറ്റ് ചെയ്യേണ്ട നോട്ട്സ് അല്ലാതെ കുറച്ചൊക്കെ മോൻ പാടിയിട്ടുണ്ട് പാടുമ്പോൾ. അപ്പം അത് സൂക്ഷിക്കണം കേട്ടോ. ചെറിയ ഗാന്ധാരം, ചെറിയ നിഷാദം ഒന്നും കയറി പിടിക്കരുത് കേട്ടോ. രസികരഞ്ജനി രാഗത്തിനൊരു സ്വഭാവമില്ലേ, അപ്പം അത് നമുക്ക് ഈസിയായിട്ട് കണക്ട് ചെയ്യുന്നത് മോഹനത്തിന് ചെറിയ ഋഷഭം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് അല്ലേ. അതിൽ ദൈവതം സാറ്റുതാ വേണം ഓസിലേറ്റ് ചെയ്യാൻ. ചെറിയ നിഷാദം അടുത്താണല്ലോ എന്ന് പറഞ്ഞ് അതിനകത്തിട്ട് ചുരണ്ടരുത് കേട്ടോ മോന് പറയുന്ന. അപ്പം ആ രാഗത്തിൻ്റെ ഛായ മാറിപ്പോവും. പിന്നെ ഈ പരിപാഹിമാം ആ സിംഗപ്പേഷൻ എന്താണ് മോൻ എപ്പോഴും പാടിക്കൊണ്ടിരുന്ന ലാസ്റ്റ് പാടി നിർത്തുന്ന പരിവാഹിമാം സിംഗപ്പേഷനാണ് പാടിക്കൊണ്ടിരുന്നത്. അതൊന്ന് പാടാമോ? പാഹിമാം പരിവാഹി. അത് വീണാധരി ശാതോദരി പാഹിമാം പരിപാഹിമാം. സൂപ്പർ മോനെ, സൂപ്പർ. ഇപ്പൊ കറക്റ്റായി.
പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ വളരെ അങ്ങോട്ട് എടുത്തു വെച്ച് അത് അങ്ങനെ ബലം പിടിക്കേണ്ട കാര്യമില്ല. ദക്ഷിണാമൂർത്തി സ്വാമി പറയുന്ന പോലെ സിനിമാ രാഗം എന്ന് പറയും, അതങ്ങനെ എടുത്താൽ മതി. എന്നാലും ഒരു രാഗം ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ എടുക്കുമ്പം പ്രധാനമായിട്ട് അതിൻ്റെ രാഗഛായ പോവാതെ, അപ്പം നമ്മൾ ഈ ഓസിലേഷൻസൊക്കെ കുറേയും കൂടെ കൃത്യമായിട്ട് നോക്കി പാടണം കേട്ടോ. ഓക്കെ സർ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. ശരത് സർ. ഷാനിക്ക നിവേദ് ആ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ഒരു പോളിഷിങ് ആവാമെന്ന് എനിക്ക് തോന്നി. ഫിനസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അതെന്ന് പറയാൻ ഈ കുറച്ച് ഒന്ന് റൗണ്ടഡ് ആവാന്ന് തോന്നി. എനിക്ക് എന്താണെന്നറിയാം എനിക്ക് നിവേദിൻ്റെ ഒരു സേഫ് സോൺ സംഭവമായിട്ടാണ് വന്നിരിക്കണേ. അപ്പം നമ്മളിവിടെ ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതും ഈ സേഫ് സോൺ കളിയാണ്, മനസ്സിലായില്ലേ? അപ്പം നിവേദ് സ്ഥിരം പാടുന്ന ലൈനിൽ ഉള്ളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അതൊക്കെ ഫസ്റ്റ് പാടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇമ്പ്രസ്ഡ് ആവും. സെക്കൻഡ് പാടുമ്പോൾ ഇത് കഴിഞ്ഞ തവണ പാടിയത് അത് ആ ഒരു ടൈപ്പ്. ഇത് പിന്നെയും വരുമ്പോഴും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അവൻ്റെ സ്ഥിരം ഇത് തന്നെയല്ലേ, ആ ഒരു ഇതിലേക്ക് പോകും, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ വേറൊരു സാധനം കൊണ്ടുവരണം ഇനി. അതാണ് എല്ലാവരോടും പറയാനുള്ളത്, അതാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. നിവേദൂട്ടാ മാർക്സ് ചോദിക്കാം. ഓക്കെ ഹരിച്ചേട്ടാ 8.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക 8. താങ്ക് യു സർ. 16.5 മാർക്സ്. ഓക്കെ, ശരത് സാറിന്റെ മാർക്ക് അവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി കുറച്ചുകൂടെ വേറെ സോങ്സ് എടുക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ ഷെഡ്യൂളിലെ ലാസ്റ്റ് പെർഫോമൻസ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഒന്ന് അടിച്ച് പൊളിക്കാം. സെലിബ്രേഷൻ റൗണ്ടോട് കൂടി അങ്ങോട്ട് എൻഡ് ചെയ്യാം. തീർച്ചയായും. ഓക്കെ, റെഡി അല്ലേ? പാടാൻ വരുന്നത് ദേവൂട്ടിയാണ് സെലിബ്രേഷൻ റൗണ്ടില്. സോ ലെറ്റ്സ് വെൽക്കം ദേവിക. ൊരലക്കത്തിട്ട് മിന്നുക സവണി തട്ടമിട്ട് മുന്തിരി ചുണ്ടിൽ പുഞ്ചിരിയിട്ട് വാടി മെഹർബ ഒന്ന് വാടി മെഹർബ. മെഹർബാ മെഹർബാ ഹേ പുതുക്ക പെണ്ണേ മെഹർബാ. മെഹർബാ മെഹർബാ പുതുക്ക പെണ്ണേ മെഹർബാ. പത്തുകൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബാ. നിന്റെ പകിട്ടിലെ കണ്ണ് വെക്കണ പുതുമണവാളൻ മെഹർബാ മെഹർബാ. കൊള്ളിപ്പെണ്ണേ മെഹർബാ. കഞ്ചകപ്പൂൻ ചെണ്ടിനൊത്തൊരു മുത്തേ മെഹർബാ. നാളെ ഇരസപ്പും കാവനത്തില് മധുവിധുവല്ലേ
ദേവു എന്ത് ഒപ്പനയൊക്കെ കളിച്ചല്ലോ, മണവാട്ടിയായിരുന്നല്ലേ? മണവാട്ടിയില്ലായിരുന്നു, മണവാട്ടിയുടെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയാം. മണവാട്ടിയുടെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയും. എന്തായാലും കൊള്ളാം. ഓക്കെ, Thank you. ചോദിച്ചു നോക്കാം. ആ. ഷാനിക്ക എന്തോ പശുവോ? എപ്പോഴും അങ്ങനെയാ വിളിക്കാ ദേവു. കുഴപ്പമില്ലാതെ പാടി മോളെ. താങ്ക് യു സർ. കുറച്ചുകൂടെ ഗുമ്മാവാമായിരുന്നു എന്നൊരു അല്ലേ? ഇത്തവണ വീണ്ടും സെലക്ഷൻ നമ്മളെ ഒന്ന് കുടിക്കുകയോ എന്നൊരു സംശയം. കാരണം അഫ്സൽക്ക പാടിയ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ മോള് എന്തൊക്കെ മാണിക്ക കല്ലേന്ന് കല്ലും മുള്ളും എന്തൊക്കെയായിരുന്നു എറിഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങോട്ടേക്ക്. ഭയങ്കര ശ്രീക്കിയായിട്ട് അങ്ങനെ നിന്ന്. ഇത് കാരണം ബാക്കി ജോത്സ്നല്ലേ പാടിയത്. ജോത്സ്ന എങ്ങനെയാണ് പാടി വെച്ചതെന്നുള്ളത് നമുക്കറിയാലോ. ഞാൻ പറയുന്നത് അതുപോലെ റിപ്രൊഡ്യൂസ് ചെയ്യാനല്ല, പക്ഷെ കുറച്ചുകൂടെ ഒരു ഗുമ്മാവാം. ഇത് പിച്ച് കുറച്ചിട്ടോ ടെമ്പോ കുറച്ചിട്ടോ ഒന്നും ഇല്ലല്ലോ. ശ്രുതി ജി എന്നത് എഫിലോട്ട് മാറ്റിയായിരുന്നു. ഒരു ഒരു സ്കെയിൽ കുറച്ചു ആ. ടട്ടണേ ടടടടടേ. മാണിക്കക്കല്ലൊക്കെ ആ അല്ല ഞാൻ അതാണ് അത് കമ്മിങ് ടു ദാറ്റ്. വേറെ ഒരു സോങ് എടുക്കായിരുന്നു എന്നൊരു തോന്നൽ കേട്ടാ. പിന്നെ കുറച്ച് കോറസ് ഗംഭീരായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ആലോചിച്ചത് അതായിരുന്നു. കാരണം ദേവനെ ബാക്ക് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സൊക്കെ ആ ഒരു എനർജി അങ്ങോട്ടേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ദേവികയെ നോക്കി ഇങ്ങനെ എല്ലാവരും ദേവികയെ നോക്കിക്കൊണ്ടിരുന്നത്. ആ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ പാടിയത്. അടിപൊളിയായിരുന്നു കേട്ടോ, ഗംഭീരായിരുന്നു. എന്തിനാ അവന്മാരൊക്കെ ഒപ്പന കളിച്ചോണ്ടിരുന്നു. അതാണ്. അപ്പൊ എനിക്ക് ഫെസ്റ്റിവൽ സോങ് വേറെ ഏതെങ്കിലും ഒരു സോങ് എടുക്കായിരുന്നു എന്നൊരു സജഷൻ കേട്ടോ. ബാക്കി നമ്മള് ഒരുവിധം ഭാഗങ്ങളൊക്കെ നല്ല രസത്തിൽ തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. ജോത്സ്ന പാടിയ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കുറച്ചുകൂടെ ഗും, ഈ പുള്ളിയുടെ വാക്കാത് കുറച്ചുകൂടി ഗും ആവാമായിരുന്നു എന്നൊരു അഭിപ്രായം. That's all. All the best. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മോളെ, എന്തോ ജയചന്ദ്രന്റെ നല്ലൊരു പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്. മെഹർബാ മെഹർബാ. മോളെ എന്തൊക്കെയായാലും മോളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ടോപ്പ് പോർഷൻ അതൊരു ഗും വേണ്ടേ? അതെന്താ ഇല്ലാത്തത്? എനിക്ക് ഗുമ്മില്ല, കാര്യം ശബ്ദം മോക്ക് വേണ്ടേ? അതെന്താണ് അവിടെ പാടുമ്പോൾ ഒരു ഒന്നുകൂടെ ഒന്ന് പാടാമോ? മാണിക്യക്കല്ലേ മുഞ്ചത്തെ പൂവേ ചെമ്പകമല്ലിക വാസന റാണി കാർമണി വണ്ടിന കാർമണി വണ്ടിന പൂരക. പല്ലവി പാടുമ്പോൾ ഉള്ള സന്തോഷം ഇത് പാടുമ്പോഴും വേണ്ടേ? വേണം. മോണെന്തിനാ കരയുന്നത്? ചിരിച്ചോണ്ട് പാട്. ചിരിക്കു വച്ചേ ശബ്ദം മാണിക്യക്കല്ലേ മുഞ്ചത്തെ പൂവേ ചെമ്പകമല്ലിക വാസന റാണി കാർമണി വണ്ടിന പൂരക ചൂടാൻ മർഹബാ. മോളെ കുറച്ചുകൂടെ സന്തോഷാവാം, ഒരു ഹാപ്പിനെസ് എനിക്കത് മോളെ ഈ മുകളിൽ പാടുമ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല. അത് കുറച്ചും കൂടെ ചിരിച്ചോണ്ട് പാടാൻ പറ്റുമോ? പാടിക്കഴിഞ്ഞ് ചിരിക്കാനല്ല, പാടുമ്പോൾ ചിരിക്കാമോ? മാണിക്യക്കല്ലേ മുഞ്ചത്തെ പൂവേ ചെമ്പകമല്ലിക വാസന റാണി കാർമണി വണ്ടിന പൂരക ചൂടാൻ മർഹബാ. ഗുഡ് മോളെ, ഗുഡ്. അതൊക്കെ ഒന്ന് ശരിയാക്കിയാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഒരു നല്ല പാട്ടാണ്. അഫ്സലും ജോൾസനെയും കാര്യം ഇവരൊക്കെ നമ്മുടെ നെഞ്ചിനോട് അടുത്ത് നിൽക്കുന്ന ആളെ പ്രത്യേകിച്ച് എം ജയചന്ദ്രൻ കുട്ടൻ നല്ല ഉഗ്രം പാട്ട്. കുറച്ചും കൂടെ ഗുമ്മാവാമായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഹരിചേട്ടാ. മോളെ എന്തോ എല്ലാം പറഞ്ഞു ഷാനിക്കയും ശരത്തേട്ടനും. അതൊക്കെ തന്നെയാണ് കേട്ടോ. ആ മാണിക്കല്ലായിരുന്നു മെയിൻ പ്രശ്നം. അതിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു കയ്യിൽ നിന്ന് പോയത് മൊത്തത്തിൽ ഭയങ്കര ഷേക്കി ആയിരുന്നു. ഒന്നും ക്ലിയർ ആയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഓളം ഉണ്ടാക്കി. എന്നാലും കോമ്പറ്റീഷൻ ടൈറ്റ് ആവുകയാണ്. കുറച്ചുകൂടി ബെറ്റർ ചോയ്സ് എടുക്കായിരുന്നു. ഇപ്പം സെലിബ്രേഷൻ സോങ് ആണ്, റൈറ്റ്? ഇറ്റ്സ് എ സെലിബ്രേഷൻ സോങ് ആണ്, ഒരു മാറ്റവും ഇല്ല. ആണ് മോൾ എടുത്തിട്ട് വന്നത്. പക്ഷേ ബാക്കി നമ്മളിനിയിപ്പോൾ കോമ്പറ്റീഷനിൽ കുറേ പേര് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള സോങ് ഉണ്ടോ സെലിബ്രേഷനിൽ എന്ന് വെച്ചാൽ ഒരുപാട് സ്വരമുള്ള പാട്ടൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഇപ്പോൾ വേഴ്സറ്റൈൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ വേറെ സ്റ്റൈൽ ഓഫ് സിംഗിങ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന
ഒന്ന് ഞെട്ടിപ്പിക്കാൻ പറ്റുന്ന സോങ് ഉണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ദേവു മാർക്സ് ചോദിക്കാം. ശരത് സാർ ഇട്ടു. ഹരിച്ചേട്ടാ പെർഫോമൻസ് ഓക്കെ, സോങ് സെലക്ഷൻ കുഡ് ബി ബെറ്റർ. 8. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ദേവിക എന്തോ 8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ടോട്ടൽ 16 മാർക്സ്. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്, അങ്ങനെ പെർഫോമൻസസ് എല്ലാം കഴിഞ്ഞു. ഇനി ആസ് യൂഷ്വൽ നമ്മൾ ആ എലിമിനേഷൻ പ്രോസസ്സിലേക്ക് പോവാണ്. അതെ. അപ്പൊ പിന്നെ എല്ലാരെയും വിളിക്കട്ടെ. ബാ. എല്ലാരും എത്തി. ഓക്കെ. ഫസ്റ്റ് ആദ്യം നമുക്ക് നമ്മുടെ ഗോൾഡൻ മൈക്ക് വിന്നേഴ്സിനെ സ്റ്റേജിലേക്ക് വിളിക്കാം. ബദ്രി ആൻഡ് വൈഗ. അപ്പോൾ രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ. ഇതിലിപ്പോൾ നിങ്ങൾ കുറേ എലിമിനേഷൻ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരുപാട് അങ്ങനെ ഡ്രാമയിലോട്ടൊന്നും ഇറങ്ങുന്നില്ല. നമ്മൾ കഴിഞ്ഞ തവണ ഒരുപാട് സംസാരിച്ചല്ലോ, അതുകൊണ്ട് ഇത്തവണ സംസാരം ഒഴിവാക്കിയെന്ന് മാത്രമല്ല, വേറൊരു കാര്യം, ഇദ്ദേഹത്തിന് ശബ്ദമില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ മൂന്നുപേരും. അപ്പോൾ ബദ്രിക്കാണ് ഏറ്റവും മാർക്ക്. ഗോൾഡൻ മൈക്ക് ഉണ്ടെങ്കിലും 55.5. ലാസ്റ്റ് ടൈം ഡേഞ്ചറസ് സോണിൽ നിന്ന ആളാണ്. അത് കലക്കി ബദ്രി. ഉഗ്രൻ കംബാക്ക്. അതിന് എന്റെ ക്രിസ്മസ് ഫ്രണ്ട് അല്ലേ, അങ്ങനെ ആവുള്ളൂ. മൈ ക്രിസ്മസ് ഫ്രണ്ട്. വൈഗക്ക് 55. ബദ്രി തൊട്ട് പുറകെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് എന്തും എപ്പോഴും സംഭവിക്കാം. ഈ ഒരു ഷെഡ്യൂളിൽ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ടോട്ടലി സേഫാണ്. യു ഗൈസ് ക്യാൻ ഗോ സെറ്റ്. കൺഗ്രാറ്റ്സ്. ഇനി ടോപ്പ് 5 അല്ലേ? ഇനി ടോപ്പ് 5. അപ്പോൾ ആ ടോപ്പ് 5 ആൾക്കാരെ അങ്ങ് വിളിക്കുകയാണ്. ഈ ടോപ്പ് 5 ടോപ്പ് 1 എന്ന് പറയുന്നത് അർജുൻ. അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം 59 കൊമ്പന്മാർ. നീ തന്നെ. അമ്പലക്കര തെച്ചിക്കാവിൽ. അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ സംശയം ഉണ്ടെങ്കിൽ നീ തിരിച്ചു പോക്കോ. വീട്ടിൽ പോണോ? ശബ്ദമില്ലെങ്കിൽ ആദ്യമേ കയ്യും കാലും ഇപ്പോഴും വർക്ക് ചെയ്യും കേട്ടോ. അപ്പൊ അർജുന് ആണ് ഈ ടോപ്പ് 5 കാറ്റഗറിയിൽ നമ്പർ 1 വിത്ത് 52.5 മാർക്സ്. പക്ഷെ അർജുനെ കുറച്ചുകൂടി ക്ലാസ്സിൽ ശ്രദ്ധ വേണം. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ഒരു ബെറ്റർമെന്റിന് വേണ്ടിയല്ലേ പറയുന്നത്. അപ്പം നീ ശ്രദ്ധയോടെ ഇരിക്കണം. അത് മാത്രമേ പറയാനുള്ളൂ ഈ ഒരു സിറ്റുവേഷനിൽ. കൺഗ്രാറ്റ്സ് അർജുൻ. നമ്പർ 2 വിത്ത് 52 മാർക്സ് നിവേദ്. നിവേദും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ ഡേഞ്ചർ സോണിൽ വന്ന് അവിടെ നിന്ന് പൊരിഞ്ഞൊരാളാണ് അല്ലേ? പക്ഷേ ഇനിയും ആ ഡേഞ്ചർ സോണിൽ എത്താൻ സാധ്യതയുണ്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കേട്ടോ. അതുകൊണ്ട് പുതുമയുള്ള സംഭവങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി. നിവേദ് എന്തൊക്കെ പാടും, എന്തൊക്കെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായി. അടുത്ത തവണ ഇതും കൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് മാർക്ക് വിചാരിക്കേ വേണ്ട കേട്ടോ. ഞാൻ തരില്ല, നീ കൊടുക്കൂടാ? ഞാൻ കൊടുക്കില്ല. എൻഡ് ഓഫ് സ്റ്റോറി. അപ്പം കൺഗ്രാറ്റ്സ് നിവേദ്. കൺഗ്രാറ്റ്സ്. തേർഡ് പൊസിഷനിൽ ഒരാൾ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ നേരത്തെ ഫസ്റ്റ് ഒക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് ഉഴപ്പിയോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ടായിരിക്കാം മേ ബി ടോപ്പ് 5 ടോപ്പ് 3 മെബിൻ. മെബിന് ഭയങ്കര എന്താ പറയാ എക്സ്പെക്ടേഷൻ ഉണ്ട് എല്ലാവർക്കും കേട്ടോ. അപ്പം താഴോട്ട് പോവാതെ ഇനി ഗോൾഡൻ മൈക്ക് അതുപോലത്തെ നല്ല മൊമെന്റ്സ് മെബിൻ ഉണ്ടാവട്ടെ. ആൻഡ് യു ഗോട്ട് 51.5 മാർക്സ്. എല്ലാവർക്കും ചെറിയ ചെറിയ വേരിയേഷനേ ഉള്ളൂ കേട്ടോ. അതപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് അത്രയും ഗംഭീരമായി കഴിഞ്ഞാൽ ഒരു ബിഗ് ഡിഫറൻസ് വരും. ഓക്കെ. ഫോർത്ത് പൊസിഷൻ 51 മാർക്സ് നേടിക്കൊണ്ട് ശ്രീഹരി.
അച്യുത ഡ്രാമ പുതുവർഷം കാണാം കവിളേലുമ്മ. എന്തുട്രാ നാദൃതൃത. പൊളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഡേഞ്ചർ സോൺ ആയിരുന്നില്ലേ? അതെ, ഡേഞ്ചറസ് ഉള്ളവർക്ക് പൊളിച്ചല്ലേ ഇത്തവണ. ഇത്തവണ അത് ചെറിയൊരു പൊളി പൊളിച്ചിട്ടുണ്ട് ഇവരൊക്കെ. അതെ, super. എന്തായാലും ഗുഡ് ഫോർ ദം, നല്ല കാര്യം, കൺഗ്രാചുലേഷൻസ് ശ്രീഹരി. അടുത്തത് 50.5 മാർക്സോട് കൂടി ഈ ടോപ്പ് 5-ലെ ലാസ്റ്റ് മെമ്പർ, നമ്പർ 5 ഇസ് ധ്രുവ. ഗുജറാത്തി കാതല കിട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ. ധ്രുവ ഞങ്ങളെല്ലാവരും ഞെട്ടിച്ച ഒരു കുട്ടിയാണ്. കാരണം ധ്രുവ എൻ്റർടൈനിങ് ആണ്, അസലായിട്ട് പാട്ട് പാടുന്നുണ്ട്, ലുക്കൊക്കെ കംപ്ലീറ്റ് നേരെ പ്രേഷറിലേക്കാണ് പോകുന്നത്. നമ്മളെ നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും എഴുതുന്നുണ്ടോ എന്ന് നോക്കുന്നൊന്നുമില്ല, ആ ടെൻഷനൊന്നുമില്ല. അപ്പം ധ്രുവ മോളെ, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ 5 പേരും യു ആർ ദ ടോപ്പ് 5. കൺഗ്രാറ്റ്സ് ഓൺ ബീയിങ് ഇൻ ദ ടോപ്പ് 5 കേട്ടോ. ലാസ്റ്റ് ടൈം ഡേഞ്ചറസ് ഉണ്ടായാലും 3 പേര് ടോപ്പ് 5-ലുണ്ട്. ഇതാണ് ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഇതൊക്കെ മാറി മറിയും. അതെ, അപ്പം നിങ്ങൾ സേഫാണ്, നിങ്ങൾക്ക് അവിടെ പോയിരിക്കാം. ഓക്കെ. ഇനി നമ്മളെ സ്ട്രേറ്റ് ടു ഡേഞ്ചറസ് സോൺ ആളുകളെ വിളിക്കുകയാണോ? അതെ അതെ, അതും കൂടി പറയാം. അപ്പോൾ ഇന്ന് ഡേഞ്ചർ സോണിൽ ആസ് യൂഷ്വൽ 5 പേരാണ് ഉള്ളത്. 5 പേരുടെ പേര് മാത്രം ഞങ്ങൾ വായിക്കാം, ബാക്കിയുള്ളവർക്ക് സീറ്റിൽ പോയിരിക്കാം. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഡേഞ്ചർ സോണിൽ ഉള്ളവരുടെ പേര് മാത്രം ഇപ്പോൾ അനൗൺസ് ചെയ്യാണ്. പാർത്ഥിവ്, ദേവ്ന, ആഗ്നസ്, ദേവാംഗി, സർഗ. നിങ്ങൾ 5 പേരുമാണ് ഡേഞ്ചർ സോണിൽ. ബാക്കിയുള്ളവർക്ക് യു ഗൈസ് ക്യാൻ ഗോ ബാക്ക് ടു യുവർ സീറ്റ്സ്. കൺഗ്രാറ്റ്സ് ബാക്കിയുള്ളവർക്ക്. ഇതില് സർഗ, ദേവാംഗി ഒക്കെ ടോപ്പ് മാർക്ക് വാങ്ങിച്ച ആൾക്കാരാണ് ഇത്തവണ ഡേഞ്ചറസ് സോണിൽ വന്നിട്ടുള്ളത്. ആഗ്നസ് ഗോൾഡൻ മൈക്ക് കിട്ടിയ ആളാണ്. പാർത്തി കഴിഞ്ഞ തവണ നന്നായി പെർഫോം ചെയ്താണല്ലോ, എന്ത് പറ്റി ഇത്തവണ? പാർട്ടി ആദ്യമായിട്ടാണല്ലോ ഡേഞ്ചർ സോണിൽ വരുന്നത്. യെസ്, സാറില്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് സിമിലർ എന്നല്ല, സിമിലർ മാർക്സ് എന്ന് തന്നെ പറയാം. നിങ്ങൾ 1, 2, 3, 4, 5 നിങ്ങൾ 5 പേരിൽ ഒരാൾക്ക് മാത്രം ഒരു 0.5 കൂടുതലുണ്ട്. അയാൾ സേഫാണ്. അത് സർഗ. താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിന് കമ്മലിട്, അരിമലക്കഴുത്തിൽ നീലസിട്. അപ്പൊ സർഗ, കൺഗ്രാറ്റ്സ്, യു ആർ സേഫ്. ചില അവിടെ പോയിരുന്നു. ഇനി വരരുത് ഡേഞ്ചർ സോണില്. ആക്ച്വലി ഇവർ ആരും വരരുത്. 0.5 ഡിഫറൻസിലാണ് കേട്ടോ. 0.5 കേട്ടോ സർഗ. അരിമലക്കഴുത്തിൽ നീലസിട്, സുരമകളിടയിൽ സൂര്യനിട്. അപ്പൊ നിങ്ങൾ 4 പേർക്കും സെയിം മാർക്കാണ് കിട്ടിയിരിക്കുന്നത്, 46. സർഗയ്ക്ക് 46.5. അപ്പൊ എന്താണ് നമ്മളുടെ ഡിസിഷൻ? എത്ര പേരാണ്? ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ റിയാലിറ്റി ഷോസിൽ വളരെ റെയറായിട്ടാണ് സംഭവിക്കുന്നത്. ഒരേ മാർക്സിൽ ഇതുപോലൊരു ഡേഞ്ചർ സോണിലായിട്ട് കണ്ടസ്റ്റൻസ് ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ. അപ്പം നമുക്കിവിടെ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒച്ചയടിക്ക് 4 പേരെ വിടാൻ പറ്റില്ല. കാരണം സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതെ. അപ്പം നമ്മളിപ്പോൾ ഒരു പ്ലാൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ 3 പേരും കൂടെ, ശരത്തേട്ടനും ഹരിയും ഞാനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ഐഡിയ, ഒരു റാപ്പിഡ് ഫയർ പോലെ. ഓക്കെ, നിങ്ങൾക്കിപ്പം 1 മിനിറ്റ് തരും. ആ 1 മിനിറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടിൻ്റെ പല്ലവി ആ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. 1 മിനിറ്റ് കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് ആ പാട്ട് പാടണം, പല്ലവി. ഓക്കെ, അപ്പം ആലോചന തുടങ്ങി നമ്മൾ തുടങ്ങും. ഇങ്ങനെയായിരിക്കും പോകുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന അതേ ഓർഡറിൽ ഇങ്ങനെ അങ്ങ് പോവും. ഗൈസ് വിൽ ഗെറ്റ് 1 മിനിറ്റ്. നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക. ഇതിൽ ബെസ്റ്റ് കൊടുക്കുന്ന ആളിൽ ഒരാൾ സേഫ് ആയിരിക്കും.
ഓക്കെ. ഓക്കെ, റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആലോചിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാട്ടും പാടാട്ടോ. ഇതിന് മുന്നേ പാടിയ പാട്ടാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അതെ. പെർഫോം ചെയ്ത പാട്ടാണെങ്കിലും കുഴപ്പമില്ല. അതെ, ഏത് പാട്ടും നിങ്ങൾക്ക് പാടാം. ഏറ്റവും No കോൺഫിഡൻസ് ഉള്ളത്, No ഏറ്റവും restriction. കോൺഫിഡൻസ് ഉള്ളത്. ദേവന, യു ക്യാൻ സ്റ്റാർട്ട് നൗ. തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ, കണ്ണീലക്കുമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടികൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാനെത്താനുണ്ടേ. തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. ഓക്കെ, മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. നിദാനമാകയോ സിതാലം, നിലാമൽ ഓടിയോ സിതാലം, നീതാൻ മനം തേട മാൻപാലൻ, പൂവേയனை தேட பூபாலன், என் மடியின் மனவாளன் என்னை தோன்றுதே. செந்தூரா சேர்ந்தே செல்வோம், செந்தூரா செங்காந்தல் பூ உன் தேரா, மாறன் அன்பு ஐந்தும் வைத்து ஒன்றாய் காற்றில் ஏதாயா. ഓക്കെ, രാരോ 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 രാരോ. കണ്ണനുണ്ണി മകനേ കണ്ണീൻ പൈതലേ, കേമാനായി വളര് നീ വളര്. മകനേ മകനേ നൻ മകനേ, ചേമന്തി പൂങ്കുരുന്നേ, ചിലൂറും മാൻകിടാവേ, ചമ്മേ ചമ്മേ വളര് നീ വളര്. മകനേ മകനേ പൊന്മകനേ. താങ്ക് യു ഗൈസ്. ഒരൊറ്റ മിനിറ്റ്. അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു റാപ്പിഡ് ഫയർ, നിങ്ങൾ എല്ലാത്തിനും തയ്യാറായിരിക്കണം എന്നുള്ളതാണ്
അപ്പോൾ നമ്മൾ 3 പേരും യുനാനിമസ്ലി ആണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇത് അതാണ് പറഞ്ഞത്, 3 പേരും സെയിം 3 ബോഡി ആണെന്നേ ഉള്ളൂ, മൈൻഡ് 3 കണക്ക്. ഈ പറഞ്ഞ പോലെ ഒരാൾ മാത്രമേ ഈ 4 പേരിൽ സേഫ് ആവുള്ളൂ. അപ്പം ഈ 4 പേരുടെ സിംഗിങ് നമ്മൾ 3 പേരും കേട്ടു. ശരത്തേട്ടനും ഹരിയും ഞാനും ഓൾമോസ്റ്റ് സിമിലർ മാർക്സ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇന്നാവുന്ന ആളെന്ന് പറയുന്നത് ദേവാംഗി. ഇത് ഒരു എന്തോ ദൈവം അവിടെ മോളുടെ സൈഡിലുണ്ടായിരുന്നു, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടാ. പോയിരുന്നു. നിങ്ങൾ 3 പേരും തൽക്കാലത്തേക്ക് ഇവിടുന്ന് വിട പറയേണ്ട ഒരു അവസ്ഥയിലാണ്. കാരണം ഇതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞ് വന്നേ പറ്റും. ഇനിയിപ്പോൾ അടുത്ത ഷെഡ്യൂളിലും എലിമിനേഷൻ ഉണ്ട്. അതിൽ നിന്നും ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് അവസാനം ഒരു ടോപ്പ് 5 എത്തും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ കേട്ടോ. അതുകൊണ്ട് 3 പേരും ഒരിക്കലും സങ്കടപ്പെടുകയോ ഇതൊന്നും ചെയ്യരുത്. നിങ്ങളുടെയൊക്കെ ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പറഞ്ഞാൽ എൻ്റെയൊക്കെ ലൈഫ് തുടങ്ങുന്നത് ഞാനൊരു 30 വയസ്സൊക്കെ ആയതിനു ശേഷം, അല്ലെങ്കിൽ ഒരു 27 വയസ്സ് ഒക്കെ ആയതിനു ശേഷമാണ് നമ്മുടെയൊക്കെ ലൈഫ് തുടങ്ങുന്നത്. പറയാനുള്ളത് വർക്ക് ഓൺ യുവർ സെൽഫ്. നിങ്ങൾ ഈ പിന്നെ ഈ ഷോയുടെ ടെലികാസ്റ്റ് കാണുക, എന്നിട്ട് എവിടെയാണ് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തൊക്കെ ആൻഡ് വർക്ക് ഓൺ യുവർ സെൽഫ്. കേട്ടോ, നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ്, നിങ്ങളൊക്കെ ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ലോകാവസാനമാണെന്നുള്ള ഒരു രീതിയിൽ ഇതിനെ കാണരുത്. ഐ വിഷ് ഓൾ 3 of you ദി ബെസ്റ്റ് ഇൻ ലൈഫ്. താങ്ക് യു സർ. ഓക്കെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നന്നായിട്ട് പാട്ട് പഠിക്കുക, മുന്നോട്ട് പോവുക കേട്ടോ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. നിങ്ങൾ 3 പേരും. പാർത്ഥിവ്, ദേവ്ന ആൻഡ് ഐ ലവ് യു പാർത്ഥിവ്. And I will miss you, Parthiv. I will really miss you. I will really miss you. We all will miss you. ഞാൻ നിങ്ങളെല്ലാവരെയും മിസ് ചെയ്യും. ഇങ്ങ് വാ, ഒരു ഉമ്മ ഇരട്ടെ. ഇങ്ങോട്ടോ. പാർത്ഥിവിനെ ഞങ്ങൾ മിസ് ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് ദേവ്ന, അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ജേർണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, ദ ലെസൺസ് യു ലേൺഡ് എല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുക. പിന്നെ ഇത്രയും വിഷമിക്കേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. ഈ ഡോർ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്, വിഷമിക്കണ്ട. ഓക്കെ, കോമ്പറ്റീഷനിൽ ഇല്ലാന്നേ ഉള്ളൂ, ലൈഫൊന്നും ആരും എങ്ങോട്ടും പോകണില്ല കേട്ടോ. നിങ്ങളൊക്കെ സൂപ്പർ സ്റ്റാർസ് ആണ്, ഓൾറെഡി സൂപ്പർ സ്റ്റാർസ് ആണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് കേട്ടോ. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാ നല്ല കാര്യങ്ങളും ലൈഫിൽ സംഭവിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് പാർത്ഥിക്കും ദേവ്നയ്ക്കും ആഗ്നസിനും മൊമെന്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. സോ ഷാനിക്ക, ശരത് സർ ആൻഡ് ഹരിച്ചേട്ട ഒന്ന് സ്റ്റേജിലേക്ക് വരാം.
ദീപ്തമീ പ്രകാശഗോപുരം ഉദിക്കുന്നു വാണി നിറം ചാർത്തുമോരോ ഈണമാ അപ്പൊ നമുക്ക് മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഓക്കെ, ശരത് സർ ആഗ്നസിന്. ഓക്കെ, ഷാനിക്ക ദേവ്നയ്ക്ക് മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ്. ചേട്ടാ പാർത്ഥിവിന് ആദ്യം അത് കൊടുത്തു. പാർത്തി, ദേവ്ന ആൻഡ് ആഗ്നസ്, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ഇടയ്ക്ക് വരണം സമയം കിട്ടുമ്പോൾ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ ദേവ്ന, പാർത്ഥിവ് ആൻഡ് ആഗ്നസ് നമ്മളുടെ അടുത്ത് തൽക്കാലമായി വിട പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും നമ്മൾ ഇതുപോലെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഷെഡ്യൂളിൽ ഇതുപോലെ പുതിയ 2 റൗണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. സോ അതുവരെ ബൈ ബൈ.